പിറന്ന മണ്ണിനായി വർഷങ്ങളായുള്ള പോരാട്ടത്തിലാണ് പലസ്തീൻ ജനത. ഒരു വശത്തു നിന്ന് ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ജീവനും ജീവനോപാധിക്കുമായി കഴിയുന്ന പലസ്തീനികൾ കാലങ്ങളായി ലോകമനസാക്ഷിയുടെ നൊമ്പരമാണ്. ഇപ്പോഴിതാ സ്വന്തം മണ്ണിൽ നിന്ന് എന്നേക്കുമായി പറിച്ചു നടപ്പെട്ടേക്കുമെന്ന ഭീതിയിൽ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നാടു കടത്തപ്പെടാമെന്ന ആശങ്കയിൽ കൂടി കഴിയുകയാണ് പലസ്തീനികൾ. പലസ്തീനിലെ ജനങ്ങളെയെല്ലാം ആഫ്രിക്കയിലേക്ക് മാറ്റാനുള്ള ഇസ്രായേൽ US സംയുക്ത തീരുമാനം വന്നതിന് പിന്നാലെ ആശങ്കയിലാണ് പലസ്തീനിലെ ജനത. ആരെയും എവിടെയും പറഞ്ഞുവിടാൻ പോകുന്നില്ല എന്ന് ട്രംപ് പിന്നീട് വ്യക്തമാക്കിയെങ്കിലും ഗാസയെ വെറും റിയൽ എസ്റ്റേറ്റ് തുണ്ടുഭൂമിയായി മാത്രം കാണുന്ന ട്രംപിന്റെ ഈ വാക്കുകളെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന ജനതയെയാണ് ട്രംപ് നാടുകടത്താൻ പദ്ധതിയിട്ടത്. പലസ്തീനികളെ സ്വീകരിക്കാനായി ട്രംപ് ആദ്യം ആവശ്യപ്പെട്ടത് അതിർത്തി രാജ്യങ്ങളായ ഈജിപ്തിനോടും ജോർദാനോടുമാണ്. എന്നാൽ അവർ കൈമലർത്തിയതോടെ പ്ലാൻ ബിക്ക് ട്രംപ് കടക്കുകയായിരുന്നു. നാടുകടത്താനായി ട്രംപ് കണ്ടുവച്ച രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളായ സൊമാലിയ, സൊമാലിലാൻഡ്, സുഡാൻ എന്നിവയാണ്. തങ്ങളുമായി ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ലെന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത്. എന്നാൽ ചർച്ചകൾ നടന്നുവെന്നും നാടുകടത്തൽ വിഷയം സജീവ ചർച്ചയായി വന്നെന്നും അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ അസോസിയേറ്റഡ് പ്രസ്സിനോട് പറയുകയുണ്ടായി. എന്തുകൊണ്ട് സൊമാലിയ, സൊമാലിലാൻഡ്, സുഡാൻ എന്നീ രാജ്യങ്ങൾ? അതിനൊരു കാരണവുമുണ്ട്. ഈ രാജ്യങ്ങൾക്ക് US-ഉമായുള്ള ബന്ധവും പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യവുമാണവ. ഇസ്രയേലുമായി സമാധാനപരമായ ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള എബ്രഹാം കരാറിൽ പങ്കാളിയായ ഒരു രാജ്യമായിരുന്നു സുഡാൻ. ഈ ഡീലിന്റെ ഭാഗമായി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് സുഡാനെ US ഒഴിവാക്കിയിരുന്നു. സുഡാന്റെ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉണർവ് നൽകാൻ ഈ നീക്കം സഹായിക്കുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് കൂടുതൽ വായ്പകളും മറ്റും ലഭിക്കാൻ ഈ നടപടി ഗുണകരമായിരുന്നു. എന്നാൽ പിന്നീട് സുഡാൻ ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലമർന്നത് മറ്റൊരു ചരിത്രം. സുഡാനിലെ ചില സർക്കാർ അധികൃതർ തന്നെ പലസ്തീനികളെ സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയുമായി ട്രംപ് തങ്ങളെ സമീപിച്ചിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. സൊമാലിയയിൽ നിന്ന് സ്വയം വിട്ടുവന്നൊരു പ്രദേശമാണ് സൊമാലിലാൻഡ്. ലോകരാജ്യങ്ങൾ സൊമാലിലാൻഡിനെ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും സ്വന്തമായി കറൻസിയുള്ള ഭരണ സംവിധാനമുള്ള ഒരു സ്വയംഭരണ പ്രവിശ്യയായാണ് ഇവർ നിലകൊള്ളുന്നത്. അന്താരാഷ്ട്ര അംഗീകാരം ഇല്ലാത്തതിനാൽ പലസ്തീനികളെ സ്വീകരിച്ച ശേഷം അവയ്ക്ക് ശ്രമിക്കാമെന്ന കണക്കുകൂട്ടലിൽ സൊമാലിലാൻഡ് ഈ നാടുകടത്തലിന് സമ്മതം മൂളിയതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക പലപ്പോഴായി ഈ വിഷയത്തിൽ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സൊമാലിലാൻഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായിരുന്നു. പലസ്തീനികളോട് അനുഭാവപൂർവമായ സമീപനം പുലർത്തിയ സൊമാലിയായിരുന്നു ട്രംപിന്റെ മറ്റൊരു സാധ്യത. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന പലസ്തീനികൾക്ക് എക്കാലത്തും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു സൊമാലിയ. എന്നാൽ ഈ നാടുകടത്തലിനോട് സൊമാലിയ മുഖം തിരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇക്കാര്യം ആവശ്യപ്പെട്ട് ഒരു US പ്രതിനിധിയും തങ്ങളെ സമീപിച്ചില്ലെന്നും ചില ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ജനങ്ങളെ എല്ലാം ഒഴിപ്പിച്ച ശേഷം ഗാസയെ US ഏറ്റെടുത്ത് വൃത്തിയാക്കുമെന്നും അവിടം ഉല്ലാസ കേന്ദ്രം നിർമ്മിക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ വാദം. ഈ നീക്കം ഗാസയെ ചുളുവിൽ കൈപ്പിടിയിലാക്കാനുള്ള US തന്ത്രമാണെന്നും പരക്കെ വിമർശനമുണ്ട്. എന്നാൽ ഇക്കാലയളവിലൊന്നും ഗാസയിലെ ജനങ്ങൾക്ക് പകരം എന്ത് എന്നതിനെപ്പറ്റി ട്രംപ് ഒന്നും പരാമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ജന്മനാട്ടിലെ മനോഹരമായ നിരവധി വീടുകളും ഗ്രാമങ്ങളും കളിസ്ഥലങ്ങളുമാണ് പൊടുന്നനെ ഒരു ദിവസം ഗാസയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ബോംബുകൾക്കും മിസൈലുകൾക്കുമിടയിൽ ഉറ്റവരുടെ ശവശരീരങ്ങൾക്കിടയിൽ ജീവിച്ചും മടുത്തവരാണ് അവശേഷിക്കുന്ന ഈ പലസ്തീൻ ജനത. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു ഭാവിയും ജീവിതവുമാണ്. അവയ്ക്കൊന്നും സമാധാനം കണ്ടെത്താതെയാണോ ഈ നാടുകടത്തലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചർച്ച ചെയ്യേണ്ടത് എന്നാണ് മനുഷ്യാവകാശ സംഘടനകളടക്കം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ചോദ്യം.